മോൻസ് ജോസഫ് എം.എൽ.എ. നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും വരുന്നത് യു.ഡി.എഫ് പ്രവേശനം. കേരള കോൺഗ്രസ് എം യു.ഡി.എഫിലേക്ക് വരുന്നു എന്ന് വലിയ ചർച്ചയായിട്ട് നിലനിൽക്കുകയാണ്. അത് തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപൊക്കെ പലപ്പോഴും തള്ളിയിരുന്നവർ, ഞങ്ങളെ ക്ഷണിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നവർ അത് തള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മുന്നണിയിലേക്കുള്ള വേറെ പ്രവേശനത്തെ എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അല്ല, ഇപ്പോൾ ഇതിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞങ്ങളിപ്പം ഇതിനൊരു പ്രസക്തിയും കാണുന്നില്ല. അതിൻ്റെ കാരണം ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയിരിക്കുന്ന പ്രതികരണം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കാരണവശാലും ഞങ്ങൾ യു.ഡി.എഫിലേക്ക് ഇല്ല, എൽ.ഡി.എഫിൽ ഉറച്ചു നിൽക്കും. മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽ അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം മുൻപ് ജോസ് കെ മാണി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ എൽ.ഡി.എഫിൽ തുടരും. രാഷ്ട്രീയമായ ഇപ്പം നടക്കുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനം ചെയ്തതാണ്. ഇങ്ങനെ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ ആരെ അവരെ ക്ഷണിക്കുന്നത്? എന്താണ് അതിന് പ്രസക്തി എന്നുള്ള വിഷയം വരികയാണ്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളിപ്പോൾ അവർ വരുന്നതിനൊന്നും എതിരല്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, യു.ഡി.എഫ് യോഗത്തിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു, ഏതെങ്കിലും കക്ഷികൾ യു.ഡി.എഫിലേക്ക് വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ യു.ഡി.എഫിൻ്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക എന്ന് പറഞ്ഞ യു.ഡി.എഫിൻ്റെ തീരുമാനമുണ്ട്. അത് നല്ല കാര്യമാണ്. ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ വേണ്ടി ഇന്ന പാർട്ടി വന്നൊന്നില്ല. ജനശക്തിയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടികളാണെങ്കിൽ ആലോചിക്കാം. സ്വാഭാവികമായി അത്തരത്തിലുള്ള പാർട്ടി മുന്നിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കൈവശമുള്ള സീറ്റുകളിലേക്ക് പാർട്ടി മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ആ പാർട്ടി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. യു.ഡി.എഫിൻ്റെ തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്നതിനകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഏതെങ്കിലും കക്ഷി വരുവാണെങ്കിൽ ആദ്യം അവർ നിലപാട് വ്യക്തമാക്കണം. അവർ പറയട്ടെ, ഞങ്ങളിനി എൽ.ഡി.എഫിലില്ല, ഞങ്ങൾ യു.ഡി.എഫിലേക്ക് വരാൻ തയ്യാറാണ്, അല്ലെ യു.ഡി.എഫിലേക്ക് വരാൻ ആലോചിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം വന്നാൽ നമുക്കതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാം. ഇത്തരത്തിലൊന്നും ഇവർ പറയുന്നില്ല എന്ന് മാത്രമല്ല, അവർ തള്ളിക്കളയാണ്. തള്ളിക്കളയുന്നതുകൊണ്ട് പുറകെ നടക്കേണ്ട കാര്യം ചർച്ച നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മുന്നണിക്കുള്ളിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ചേരുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടോ നേതാക്കൾ ഏതെങ്കിലും? അത്തരം അറിയത്തില്ല. ഞങ്ങളേതായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ പല കക്ഷികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു കക്ഷിയുടെ പേര് പറഞ്ഞ് ഇവരെല്ലാം വേറൊരു മുന്നണി നിൽക്കുന്നവരാണ്. അവരുടെ നിലപാട് വ്യക്തമാകാതെ അല്ലെങ്കിൽ വ്യക്തമാക്കാതെ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല എന്ന നിലപാട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നുണ്ടെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. വ്യക്തമാക്കിയാൽ ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുകയല്ല, ഞങ്ങളതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾ യു.ഡി.എഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സീറ്റ് വിട്ടുകൊടുക്കുമോ? അങ്ങനെ വരുമ്പോൾ 10 സീറ്റ് നമുക്ക് കഴിഞ്ഞ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 10 സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സ്വാഭാവികമായ ഒരു മുന്നണി വരുമ്പോൾ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വരും. ഞാൻ പറഞ്ഞ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? യു.ഡി.എഫിൻ്റെ ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ജനുവരി 15 ശേഷം ഉഭയകക്ഷി ചർച്ചയിലൂടെ ആകും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ടും മുസ്ലിം ലീഗുമായിട്ടും മറ്റ് കക്ഷികളോടും ചർച്ച ആരംഭിക്കാൻ പോവാണ്. ആ ചർച്ചയിൽ ഞങ്ങളുടെ ക്ലെയിം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 10 സീറ്റാണ്. ആ 10 സീറ്റ് പാർട്ടി ഉന്നയിക്കും. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വെച്ചിട്ട് ആ 10 സീറ്റ് തരുന്നതിന് ഒരു തടസ്സവും ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പിളർപ്പിൻ്റെ വട്ടത്തിലാണ്. അതിനെല്ലാം ശേഷം പാർട്ടി കെട്ടുറപ്പോടെ കെട്ടിപ്പടുത്തു. ഇപ്പോൾ കേരളത്തിൽ ശക്തമായ സംസ്ഥാന പാർട്ടിയായി. പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ചു, ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചു. കേരള കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ 10 സീറ്റ് എന്നുള്ളത് ഒരു സീറ്റും കൂടെ കൂട്ടി 11 ആക്കണമെന്ന് പറയാം. ഞങ്ങളത് പാർട്ടിയുടെ നേതൃയോഗം ചേർന്നാണ് ആലോചിക്കാനിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള 10 സീറ്റ് പാർട്ടിക്ക് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും കിട്ടണം. അതിൻ്റെ കാര്യങ്ങളാണ് ഉഭയകക്ഷി ചർച്ച വരുന്നത്. മറ്റ് കക്ഷികൾക്ക് സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് ആലോചിക്കുന്നത്? ഏതെങ്കിലും കക്ഷി വരുമെങ്കിൽ അപ്പോൾ ഉഭയകക്ഷി ചർച്ചയിൽ വരട്ടെ, അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ പിളർപ്പിൻ്റെ കാര്യം പറഞ്ഞു. ആ പിളർപ്പുണ്ടായപ്പോൾ പോലും യു.ഡി.എഫിൽ ഉറച്ചു നിന്നൊരു പാർട്ടിയാണ്. യു.ഡി.എഫിന് അടിയോടെ വാരിയിട്ട് എൽ.ഡി.എഫിലേക്ക് പോയൊരു മുന്നണി വിഭാഗമാണ്. അപ്പോൾ അവർ വീണ്ടും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഒരിക്കലുമല്ല. യു.ഡി.എഫിൻ്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി യു.ഡി.എഫിന് നാളുകളിൽ യു.ഡി.എഫിനോട് സഹകരിച്ച് പോകാൻ കഴിയുന്ന കക്ഷികൾ എന്ന നിലയിൽ ഇതുവരെയുള്ള അവർക്ക് സംഭവിച്ച സാഹചര്യങ്ങളെ തിരുത്തിക്കൊണ്ട് യു.ഡി.എഫിൻ്റെ നന്മയ്ക്ക് വേണ്ടി വരാൻ ആരെങ്കിലും തയ്യാറായാൽ അതൊരു നല്ല കാര്യമായിട്ട് കൂട്ടിയാൽ മതി വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. തിരുത്തി എന്ന് പറയുന്നത് യു.ഡി.എഫിൻ്റെ നന്മയാണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ യു.ഡി.എഫിൽ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ യു.ഡി.എഫിന് വേണ്ടി ഉറച്ച നിലപാടെടുത്തവരാണ്.
നാളുകളിലും യു ഡി എഫിന് വേണ്ടി ഉറച്ച നിലപാടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ പോലെ ടീം യു ഡി എഫ് ആ സ്പിരിറ്റിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനിടയിൽ യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ പോലും നല്ലതല്ല എന്ന അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു, പാർട്ടി ചെയർമാനും പറഞ്ഞു. അതിൻ്റെ കാരണം ഇന്ന് കേരളത്തിൽ ഈ കക്ഷികളൊന്നും ഇല്ലാതെയാണല്ലോ ഇത്രയും വലിയ വിജയം ഉണ്ടായേ. ഇവിടെ യു ഡി എഫിനെ വിട്ടുപോയ ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടി പിണറായി വിജയൻ അനുകൂലമായ നിലപാടെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചു. പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ പരാജയപ്പെട്ടു, അവരില്ലാതെ യു ഡി എഫ് ജയിച്ചു. അവരില്ലാതെ പഞ്ചായത്ത് ഇലക്ഷനിൽ യു ഡി എഫ് തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള ജനത ആഗ്രഹിക്കുന്നത് എന്താണ്? ഇടതുപക്ഷ ഭരണം മാറണം, യു ഡി എഫ് അധികാരത്തിൽ വരണം. നിശ്ചയമായും ഈ കക്ഷികളില്ലാതെ തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മേഖല ഏതാ? 1 ഇടുക്കി, 2 കോട്ടയം, 3 പത്തനംതിട്ട. ഈ ജില്ലകളെല്ലാം യു ഡി എഫ് തൂത്തുവാരി. തിളക്കമാർന്ന വിജയം യു ഡി എഫിനുണ്ടായി. അതെന്തുകൊണ്ട്? ജനങ്ങളുടെ ശക്തമായ പിന്തുണയാണ് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ജനരോഷം ഇതെല്ലാം പ്രതിഫലിക്കുമ്പോൾ ഈ ഇത്തരത്തിൽ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾ വരണമെങ്കിൽ വരട്ടെ, ഇല്ലാതെ തന്നെ വിജയം ഉണ്ടായി, ഇനിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്. ഞങ്ങൾ യു ഡി എഫിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ യു ഡി എഫിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും സഹകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളിതിനെതിരെ നിൽക്കില്ല. യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകളിലേക്ക് പോകാതെ ആദ്യം ഈ കക്ഷികൾ തന്നെ നിലപാട് വ്യക്തമാക്കണം. അവർ പറയട്ടെ, അവർ യു ഡി എഫിനോട് സഹകരിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചിക്കണം. ഇല്ലെങ്കിൽ ഈ പുറകെ പോകുന്ന ഒരു രീതി, അത്തരമൊരു ചർച്ച അത് അവസാനിപ്പിക്കണം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സഭകൾ ഇടപെടുന്നു എന്നൊരു കാര്യമാണ്. അത്തരത്തിൽ സഭകൾ എന്തെങ്കിലും ഈ കേരള ജോസഫ് വിഭാഗത്തോട് ലയനമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സഭകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, കേരള കോൺഗ്രസ് ലയനം എന്നുള്ളത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നിച്ചു പോകണം, ഇതൊക്കെ സഭ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. സഭയ്ക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടുണ്ട്. കാരണം ഒരു ശക്തമായ കേരള കോൺഗ്രസ്സായി നിൽക്കണമെന്നുള്ളതാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാതെ പല സന്ദർഭങ്ങളിലും ഭിന്നതയുണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതിന് മാറ്റം വരുത്തണമെന്ന് സഭ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് സഭാപിതാക്കന്മാരെല്ലാം ഞങ്ങളെയൊക്കെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പം അതിനുവേണ്ടി അവർ പ്രത്യേകമായി നീക്കമൊന്നും നടത്തുന്നതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അവർ പക്ഷേ ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഭിന്നശേഷി അധ്യാപക നിയമനം. നിയമസഭയിൽ ആവശ്യം ഞാനാണ് കൊണ്ടുവന്നത്. ഭിന്നശേഷി അധ്യാപക നിയമനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ പി ജോസഫ് സാറും രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ു ഡി എഫിൻ്റെ നേതൃതലത്തിൽ ആലോചിച്ച് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയതാണ്. കാരണം ഇത് 16,000-ഓളം വരുന്ന അധ്യാപകരെ സർക്കാർ 10 വർഷമായിട്ട് വഞ്ചിക്കുകയാണ്. NSSന് അനുകൂലമായ വിധി ഒന്നും നല്ല കാര്യം, ആ വിധി അനുസരിച്ച് കൊടുത്തു. ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല. ശമ്പളം പോലും കിട്ടാതെ അധ്യാപകർ കഷ്ടപ്പെടുകയാണ്. സഭ ഉന്നയിക്കുന്നൊരു നിലപാടാണ് ആ പ്രശ്നം പരിഹരിക്കണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ദളിത് ക്രൈസ്തവ സംവരണം, ഇത്തരം വിഷയങ്ങളിലൊക്കെ LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിൽ സഭ ഉയർത്തുന്ന പ്രതിഷേധം അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും UDF സഭയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് UDFിൻ്റെ ഭാഗമായി സഹകരിച്ച് നിൽക്കാനുള്ള ഒരു പ്രേരണ എല്ലാവർക്കും സഭയിൽ നിന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് കേൾക്കേണ്ട ആളുകൾ കേൾക്കണ്ടേ, നിലപാട് മാറ്റേണ്ടവർ മാറ്റണ്ടേ. അവർ മാറ്റുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും അഭിപ്രായം ചർച്ച ചെയ്യാൻ പറയുന്നതിൽ എന്താ കാര്യം? അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള നിലപാട് ആദ്യം പറയേണ്ട ജോസ് കെ മാണി വിഭാഗമാണ്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കും, UDFിലേക്ക് ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയിലേക്ക് കടക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുതന്നെയാണ് കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും മോൻസ് ജോസഫ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം കേരള കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന കാര്യം തന്നെയാണ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.